പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. Thank you, Jesus. Adore you, Jesus Christ. Worship you, Jesus Christ, the omnipotent Lord. ദൈവമേ നന്ദി, ആരാധന, സ്തുതി. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഉൽപ്പത്തി 1-ാം അധ്യായം 26-ാം വാക്യം മുതൽ. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളിച്ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. വീണ്ടും 2 കൊറിന്തോസ് 6-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വീണ്ടും 2 കൊറിന്തോസ് 6-ാം അധ്യായം 12-ാം വാക്യം. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവം തൻ്റെ ഛായയിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ലോകത്തിൻ്റെ മേൽ അധികാരം നൽകി.
അപ്പോൾ നമ്മളൊരു എന്നിട്ട് നമ്മളെ മക്കളെ പോലെ മക്കളെന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു കൃപ, അല്ലെങ്കിൽ ഒരു അവകാശം, അല്ലെങ്കിൽ ഒരു സൗജന്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ മനുഷ്യരെ വളരെ ശ്രേഷ്ഠരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. വലിയ വലിയ കാര്യങ്ങൾക്ക് ഭൂമിയിലുള്ള സമസ്തത്തിൻ്റെയും മേൽ അധികാരം കൊടുത്തുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമുള്ള ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ഇത്തരുണത്തിൽ നമ്മൾ എന്താണ് പാപമെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഹിബ്രുവിൽ പാപത്തിന് പറയുന്ന വാക്കാണ് ഖഠ, KHATA, ഖഠ, വിച്ച് മീൻസ് ടു ഫെയിൽ, പരാജയപ്പെടുക, അല്ലെങ്കിൽ ടു മിസ് ദ ഗോൾ, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക. അപ്പോൾ ദൈവമക്കളാകുവാൻ നമുക്ക് യോഗ്യത നൽകി. പക്ഷേ ഈ ലോകത്തിലെ ജഡിക മോഹങ്ങൾ നമ്മളെ വഴിതെറ്റിക്കുന്നു. അതാണ് പാപം. ജഡിക മോഹങ്ങൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമ്മൾ പോകേണ്ട മാർഗത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവം നമ്മളെ ദൈവം മക്കളായി സൃഷ്ടിച്ച് വലിയ വലിയ കാര്യങ്ങൾക്കായി, വലിയ വലിയ പദ്ധതികൾക്കായി നമ്മളെ സൃഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകാതെ ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങളാൽ ബന്ധിതരായി, അവയ്ക്ക് അടിമകളായി, ആ ഐഡിയൽ പാത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. അതാണ് പാപം, അല്ലെങ്കിൽ സിൻ. അപ്പോൾ പാപത്തിന് അടിമയായവനെ ദൈവത്തിൻ്റെ മകനോ മകളോ ആയ ആ ഒരു സ്റ്റാറ്റസിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവം നമ്മെ ഒരു അടിമത്തത്തിനും നമ്മളെ വിട്ടുകൊടുത്തിട്ടില്ല. ഭൂമിയിലുള്ള സകലതും മനുഷ്യർക്ക് അടിമകളാകേണ്ടതാണ്. അതിന് പകരം മനുഷ്യർ ഭൂമിയിലുള്ള വിഗ്രഹങ്ങൾക്ക്, ഭൂമിയിലുള്ള വൈസസിന് അടിമപ്പെട്ട് ജീവിക്കുന്നു. അതാണ് പാപം ഒരു മനുഷ്യനിൽ വരുത്തുന്ന മാറ്റം. അപ്പം നമുക്കിതിനെ എപ്രകാരം നമുക്ക് അതിജീവിക്കാം? നിരന്തരമായി പ്രാർത്ഥിക്കുക. 70 പ്രാവശ്യം ഒരു ദിവസം 7 തവണ ദൈവത്തിന് നന്ദി പറയുക. ചെയ്ത അനുഗ്രഹങ്ങൾക്ക്, ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. പാപത്തെക്കുറിച്ച് ക്രമമായി ഓർക്കുക, പശ്ചാത്തപിക്കുക, വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ കർത്താവിൻ്റെ കൃപയ്ക്കായി കേഴുക. ഇപ്രകാരം നമുക്ക് ദൈവ മക്കളായി തുടരുവാനുള്ള യോഗ്യതയും കൃപയും ശക്തിയും സർവേശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ ഒരു ദിവസം 7 പ്രാവശ്യം ഈ ഒരു പ്രക്രിയ തുടരുകയാണെങ്കിൽ, അപ്രകാരം നമ്മളൊരു 70 ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മുടെ നേച്ചറിൻ്റെ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുകയും
നമ്മൾ വീണ്ടും ദൈവമക്കളെന്ന മഹത്വം, ദൈവമക്കളുടെ മഹത്വം നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും. ദൈവമക്കളായി ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകും. നമ്മൾ ഐശ്വര്യം പ്രാപിക്കും. അപ്പോൾ പാപം എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നു. അത് സാത്താൻ്റെ സൃഷ്ടിയാണ്. അലറുന്ന സിംഹത്തെപ്പോലെ ആരെ പാപത്തിന് എങ്ങനെ ടെംപ്റ്റ് ചെയ്ത് അടിമയാക്കണമെന്ന് ചിന്തിച്ച് സാത്താൻ അലഞ്ഞ് തിരിയുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം നിരന്തരമായി പ്രാർത്ഥിക്കുക, നിരന്തരമായി ദൈവവുമായി ഒരു ഗാഢബന്ധം സ്ഥാപിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇത് അഭ്യസിക്കാം. ഒരു ദിവസത്തിൽ 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തുപോയ തെറ്റുകൾ ഓർത്തെടുക്കുകയും അവയ്ക്ക് സോറി പറയുകയും വീണ്ടും ആ തെറ്റുകൾ ചെയ്യാതിരിക്കുവാനുള്ള കൃപയ്ക്കായി സർവേശ്വരനോട് യാചിക്കുകയും ചെയ്യുക. ദൈവം നമ്മളെ വഴി നടത്തും. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.